ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയായ ഒരു ഫാമിലിയാണ് പ്രണവിന്റെയും പ്രവീണിന്റെയും ഫാമിലി. അവിടെ ഉണ്ടായ കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് വീണ്ടും വീണ്ടും പറയുന്നില്ല. നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. കാണാത്തവർക്ക് തീർച്ചയായിട്ടും കയറി കാണുക. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ഒരു സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു റീൽസ് താരമായിട്ടുള്ള കല്യാണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൂടി ഇപ്പം ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇൻവോൾവ്മെന്റ് വേറൊന്നുമല്ല, കല്യാണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കും ഈ പറയുന്ന പ്രണവിനും കൂടി ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നുള്ള രീതിയിൽ ചില ടോക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും കോമ്പോസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്തിട്ട് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കല്യാണി പ്രണവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ചില ഫാൻ പേജുകളും അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു സോങ് സ്റ്റാറ്റസ്, ഡാൻസ് വീഡിയോസ്, അത്തരത്തിലുള്ള എഡിറ്റഡ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന കുറെ പേജുകൾ ഇങ്ങനെ വന്ന സമയത്ത് കല്യാണിയും പ്രണവും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നുള്ള രീതിയിൽ ചില സംസാരങ്ങൾ വരാൻ തുടങ്ങി. അതിൽ പിന്നെ കല്യാണിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ കയറി ചെന്നുകൊണ്ട് ഫാമിലി ഫുൾ ഉഡായിപ്പാണ്, പ്രണവിനെ ഒട്ടും വിശ്വസിക്കാൻ സാധിക്കില്ല, മോള് അവനെ കയറി പ്രേമിക്കരുത്, ഇഷ്ടപ്പെടരുത്, വിട്ടുകളഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് ഈ പറയുന്ന കല്യാണിയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിലായാലും ഈ പറയുന്ന ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വരുന്ന കമന്റുകൾ ഇതാണ്: പ്രണവ് കൊച്ചുവിൻ്റെ ഒപ്പം പോവരുത്, ഫാമിലിയെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇതൊക്കെ കേട്ട സമയത്ത് മറ്റുള്ളവരുടെ ഫാമിലിയുടെ പ്രശ്നങ്ങളിൽ എന്നെ ഇടപെടുത്തരുത്, ഞാൻ ഇതിലൊരു പാർട്ടേ അല്ല, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്നെ ഇൻവോൾവ് ചെയ്യിക്കരുത് എന്നുള്ള രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ഈ പറയുന്ന കല്യാണി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ കുറച്ചുകൂടി അധികം ഈ പറയുന്ന സൈബർ ബുള്ളിങ് ഈ കല്യാണിക്ക് ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കുറെ പേര് ഇത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പലരും കമന്റ് ബോക്സുകളിൽ ചോദിക്കുന്നത് കല്യാണി അറിഞ്ഞോ പ്രണവായിട്ടുള്ള ഇഷ്ടത്തിന്റെ കാര്യവും കല്യാണത്തിന്റെ കാര്യമൊക്കെ. അതുപോലെ തന്നെ പലരും പ്രണവിനെ സപ്പോർട്ട് ചെയ്തും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കമന്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ആ പാവപ്പെട്ട പയ്യന്റെ ജീവിതം ഇനി എന്താകുമെന്നാവോ, ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുഖത്ത് നോക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായില്ലേ, സ്വന്തം ചേട്ടൻ തന്നെ ഇത്തരത്തിലാക്കി എടുത്തില്ലേ എന്നുള്ള രീതിയിലൊക്കെ പല കമന്റുകളും പ്രണവ് കൊച്ചുവിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ കല്യാണി യാതൊരു പാർട്ടുമല്ല, അല്ലെങ്കിൽ യാതൊരു രീതിയിലും കല്യാണി ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല എന്ന് നമുക്ക് 100% ഉറപ്പിച്ചു പറയേണ്ടി വരും. കാരണം ആ ഒരു കുട്ടി ഈ പറയുന്ന പ്രശ്നത്തിലേ ഇല്ല. ഈ പറയുന്ന പ്രശ്നത്തിന്റെ ഒരു ഭാഗത്തും കല്യാണി എന്ന് പറഞ്ഞൊരു പേര് പ്രണവോ പ്രവീണോ അല്ലെങ്കിൽ ആരും ഇതിന്റെ ഇടയിൽ എടുത്തിട്ടില്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാതെ അത്യാവശ്യം സജീവമായിട്ട് നിൽക്കുന്ന കല്യാണി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കാനായിട്ട് ആരും ശ്രമിക്കരുത് എന്ന് തന്നെയാണ് ഇപ്പൊ പറയാനുള്ളത്. ആരും അത്തരത്തിൽ ചെയ്യാതിരിക്കുക. ഇപ്പോ ഈ പറയുന്ന ഓണത്തിന്റെ ഇടയിൽ പൂക്കച്ചവടം എന്നൊക്കെ പറയുന്നത് പോലെ പ്രണവും പ്രവീണും നല്ല രീതിയിൽ ഒരുപാട് ഹോപ്പ്ലെസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. കാരണം അവർക്കിനൊന്നും ചെയ്യാനില്ല. ഇട്ട വീഡിയോസ് എല്ലാവരും ചാനലിൽ നിന്ന് മാറ്റി, അതുപോലെ തന്നെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ പോലും ഒരു സ്റ്റോറിയോ ഒരു പോസ്റ്റോ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അവരുടെ യാതൊരു സോഷ്യൽ മീഡിയ പേജുകളിലും കാണാനില്ല. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചുകൊണ്ട് കുറച്ച് മാറി നിൽക്കുകയാണ് ആ ഒരു ഫാമിലി. അപ്പൊ ആ ഒരു ഫാമിലിയെ വീണ്ടും അങ്ങോട്ട് ചെന്നുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന റിവ്യൂവേഴ്സ് എല്ലാവരും ആ ഈ പറയുന്ന പ്രണവും പ്രവീണും തങ്ങളുടെ യൂട്യൂബ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ വീഡിയോസിന്റെ റിപ്ലൈ ആണ് കൊടുത്തത്. അല്ലാതെ ആവശ്യമില്ലാത്ത രീതിയിൽ അവരുടെ വീട്ടിൽ കയറി ചെന്നോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേഴ്സണൽ ജീവിതത്തിൽ കയറി ചെന്നവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഒരു വിധത്തിലും ഇടപെടാത്ത കല്യാണി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെയും നമുക്ക് ഇതിനകത്ത് ഇടപെടുത്തേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നെ കണ്ടപ്പോൾ ഇത് പറയണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്